ഈ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് കുറേ പേര് അൺസബ്സ്ക്രൈബ് ചെയ്തു പോയിട്ടുണ്ട്. ഏതാണ്ടൊരു കണക്കില്ല എന്ന് പറഞ്ഞ് ഇതാണ് ഇവർ ഒന്നിച്ചല്ല എന്ന് പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാധനത്തിൽ ഒരു റെഡ് റെക്കോർഡിങ്ങും ഒക്കെ ഇട്ട് ഒരു മ്യൂസിക് ഇട്ട് കാണിച്ചതിൻ്റെ പൊരുൾ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടിടത്ത് ഇവരുടെ ബിസിനസ്സിന് രണ്ടുപേര് രണ്ടിടത്തായി. അത്രയേ ഉള്ളു കാര്യം. കേരളം. നമസ്കാരം. ശ്രീവിദ്യ മുല്ലശ്ശേരി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടതുമായി ഉണ്ടായ വിവാദങ്ങൾ ശരിക്കും യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരാണ് അവർ ചെയ്ത തമ്പനയിലും അതിനകത്തിലെ കണ്ടൻറ്റ് എന്ന് പറയുമ്പം കണ്ടൻറ്റും ഇതും സെയിം അല്ലാത്ത ഇത് യൂട്യൂബിൻ്റെ നിയമത്തിനെതിരാണ് എന്ന് ഇപ്പം ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോഴല്ല, നേരത്തെ വന്നതാണ്. പക്ഷേ അത് ഇപ്പോൾ ഇച്ചിരി കർക്കശമാക്കിയിട്ടുണ്ട്. അതിനൊക്കെ എതിരായിട്ടാണ് ആ ശ്രീവിദ്യ മുല്ലശ്ശേരി എന്ന് പറയുന്ന ലേഡി വീഡിയോ ഇട്ടത്. അപ്പോൾ അതിനെ കേരളത്തിലെ എല്ലാ യൂട്യൂബർമാരും ഇത് കുറേ നെഗറ്റീവ് അടിച്ച് വിമർശിച്ചു. ഞാനും ഇത് കണ്ടതാണ്. ഞാൻ വിചാരിച്ചൊരു പേഴ്സണൽ ഇതല്ലേ എന്ന് വെച്ചാൽ ഞാനത് വിട്ടതാണ്. പക്ഷേ ഇന്നിപ്പോൾ അതൊരു വിവാദത്തിലേക്ക് വന്നപ്പം അതെന്താണെന്നൊന്ന് മനസ്സിലാക്കണമല്ലോ. അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ശ്രീവിദ്യ മുല്ലശ്ശേരി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ എല്ലാവരും വിറ്റ് ജീവിക്കുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഒരു സെക്കൻഡ് വീഡിയോ ഇട്ട് വന്നിട്ടുണ്ട്. അതെ, ഒരു കാര്യം മാത്രം പറയണ്ടേ. അയ്യോ, പേര് ഞാൻ മറന്നു. ലൈഫ് ഓഫ് അനന്തു ആണ് നിങ്ങളുടെ. ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. എന്താണ് നിങ്ങൾ? ഇതാണ് ലൈഫ് ഓഫ് അനന്തു. ഈ ലൈഫ് ഓഫ് അനന്തു ഇങ്ങനെ നെഗറ്റീവ് ഇങ്ങനെ പോക്കി വരുന്ന ആശാൻ ഇച്ചിരി എക്സ്പേർട്ട് കക്ഷിയാണ്. ഈയിടെ നമുക്കറിയാം കുറേ കാര്യങ്ങൾ പുള്ളി ഒത്തിരി ഇവർ പറയും നെഗറ്റീവ് ഞാൻ സ്റ്റഡി ചെയ്തിട്ടാണ് ഞാനങ്ങ് സമൂഹത്തിനെ ഉദ്ധരിക്കുന്നു. അതൊക്കെ ചുമ്മാ പറയുന്നത്. നെഗറ്റീവ് വെച്ച് തന്നെ നെഗറ്റീവായിട്ടുള്ള ഇത് വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാകും. അവരുടെ വീഡിയോയ്ക്ക് വ്യൂസ് വരും. അതതിൻ്റെ സത്യമാകും. ഞാൻ പിന്നെ ഇപ്പം നമ്മൾ കണ്ടതായി ചേട്ടൻ്റെ വീട്ടിൽ വന്ന് സിജോയായിട്ട് കെട്ടിപ്പിടിച്ചൊരു പ്രശ്നമൊക്കെ സോൾവ് ചെയ്തു പോയത്. അപ്പം ഈ പ്രശ്നങ്ങൾ പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള യൂട്യൂബർമാരാണ് ഇത് വഷളാക്കിയെന്നും പറഞ്ഞാണ് ഇപ്പോൾ ഈ ശ്രീവിദ്യ വന്നിട്ടുള്ളത്. ശ്രീവിദ്യ ഹസ്ബൻഡൂടെ വന്നത്. ഇപ്പോൾ അടുത്ത സമയത്താണ് ഇവരുടെ കല്യാണം കഴിഞ്ഞത്. അതിനെക്കുറിച്ച് പോലും വിവാദങ്ങളൊക്കെ നെഗറ്റീവൊക്കെ അടിച്ചിട്ടുണ്ട്. അത് പിന്നെ പോട്ടെ. സംസാരിക്കുന്നത് അതിൽ എനിക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്താന്നും പറഞ്ഞ് ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങി ഒരു കുറച്ച് സെക്കൻഡ്സിൽ നിങ്ങൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഹസ്ബൻഡ് ഇതിപ്പം യൂട്യൂബർമാരെ വിമർശിക്കുന്ന വീഡിയോ ആണ്. ഇനി എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളതല്ലേ. ഇതാണ് അതിൻ്റെ തുടക്കം. നന്ദും ഇപ്പം ഒരുമിച്ചല്ല. ഞാനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ല. എന്നിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ശ്രദ്ധിച്ചോണം. അതുപോലെ ആ തംബ്നെയിൽ ശരിയാണ്. അത് നിങ്ങളെ ഇതാണ് വീഡിയോ. ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ല. ആ തംബ്നെയിലുള്ളത് ശരിയാണ്. ഞാനും നന്ദുവും ഒരുമിച്ചല്ല. ഇപ്പം ഒരുമിച്ചല്ല. ഇതൊക്കെ കേട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ റെക്കോർഡെന്ന് പറഞ്ഞ ആ സാധനമൊക്കെ വെച്ച് ബാക്ക്ഗ്രൗണ്ടിലൊരു സെൻറ്റിമെൻ്റ് മ്യൂസിക്കൊക്കെ ഇട്ട് ഇവർ പറയുന്നത് ഒന്നിച്ചല്ല എന്ന് പറയുമ്പം പെട്ടെന്നൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തു തന്നെയാണ്. അതിന് എന്തോ പറഞ്ഞ് മെഴുകിയ ആകത്തില്ല. പക്ഷേ അതിനെ വെച്ച് എല്ലാവരും റിയാക്ഷൻ ചെയ്തു. അവനെന്ത് തെറ്റ്? അവരെന്തെങ്കിലും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ വളച്ചൊടിച്ചു പറയുകയാണെങ്കിലൊക്കെ അത് തെറ്റെന്നൊക്കെ പറയാം. ഈ യൂട്യൂബ് വീഡിയോയെക്കുറിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ വളരെ വിചിത്രമാണ്. ഈ ഒന്നിച്ചല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യത്തിലേക്കാണ് ഈ കുട്ടി പോയിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ വീഡിയോ. അപ്പോൾ ഈ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ഈ പോകുന്ന പോക്കെന്ന് നമുക്കത് കാണാം. ആ സമയത്ത് നന്ദു കൂടെ ഇല്ലാത്തതിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ടൈം നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇത് നമ്മുടെ കരിയർ ആൻഡ് എല്ലാം കൊണ്ടും നമ്മൾ ഇപ്പം ഹണിമൂണൊക്കെ ആഘോഷിച്ച് തീരും മുമ്പ് കാസർഗോഡ് തിരുവനന്തപുരത്ത് പോയി. ഇതാണ് ഇവർ ഒന്നിച്ചല്ല എന്ന് പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാധനത്തിൽ ഒരു റെഡ് റെക്കോർഡിങ്ങും ഒക്കെ ഇട്ട് ഒരു മ്യൂസിക് ഇട്ട് കാണിച്ചതിൻ്റെ പൊരുൾ എന്ന് പറഞ്ഞാൽ ഇവർ ഇവരുടെ ബിസിനസ്സിന് രണ്ടുപേര് രണ്ടിടത്തായി. അത്രയേ ഉള്ളു കാര്യം. പക്ഷേ ആ ഒരു തമ്പനയിലും ഇതിലും കാണിച്ചിട്ടുള്ളത് യൂട്യൂബ് പോളിസിക്കെതിരെ. ഇവരിനിയും യൂട്യൂബർമാർ തല്ലുന്നത് അത് വേറെ പ്രശ്നം.
യൂട്യൂബിൻ്റെ പോളിസിക്കെതിരാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മോഹൻലാലിൻ്റെ ഒരു പടം എടുത്തു വെച്ചിട്ട് മോഹൻലാലുമായിട്ട് ആ വീഡിയോ യാതൊരു ബന്ധവുമില്ലാതെ തമ്പനയിൽ മോഹൻലാലിനെ വെക്കുക എന്ന് പറഞ്ഞാൽ അത് എതിരാണ്. പക്ഷെ ഒരു പാട്ട് അതിനകത്ത് ഉണ്ടെങ്കിൽ ഓക്കെ, അതൊരു പ്രശ്നമല്ല. കാര്യം ആ മോഹൻലാൽ അഭിനയിച്ച സിനിമയിലെ ഒരു പാട്ട് എന്ന് പറഞ്ഞൊക്കെ നമുക്ക് ചെയ്യാം. അതിന് ചില ഒരു സത്യാവസ്ഥ റിയാലിറ്റി എന്തെങ്കിലും അതിനകത്ത് വേണം. ഇതൊന്നുമില്ലാതെ ഞാനും നന്ദുവും ഒരുമിച്ചല്ല എന്നും പറഞ്ഞ് ഉള്ള സംഭവമാണ്. സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ടത് ഒരാവശ്യമാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു 2-3 ദിവസം കണ്ടിട്ടുണ്ടാവും. എൻ്റെ സ്റ്റോറി ഉണ്ട്, അവർക്കറിയാം. ഒരു 2-3 തവണ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു ഇവർ സ്റ്റോറി ഇട്ടോ കണ്ടോ അത് അവരുടെ ദാമ്പത്യ കാര്യം. പക്ഷേ ഈ ആൾക്കാരെ പറ്റിക്കാൻ വരരുത്. അത് പറ്റിക്കാൻ വന്നാൽ പിന്നെ നെഗറ്റീവ് ആരും പറയരുത്, റിയാക്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ശരിയായ നടപടിയല്ല. ഇപ്പോൾ അവർ വന്നിട്ടുള്ളത് ഈ യൂട്യൂബർമാരെ എന്തുവാ അങ്ങ് ആക്ഷേപിച്ചുകൊണ്ട് ഇവരെ വിറ്റങ്ങ് പൈസ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞാണ് വന്നിട്ടുള്ളത്. മാന്യമായിട്ടുള്ള കാര്യം പറയുകയോ അല്ലെങ്കിൽ ഒരു തമ്മിലെങ്കിലും മിസ്ലീഡ് ചെയ്യാതെ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് പറയുകയോ ചെയ്തിട്ടില്ല. ഞാൻ വേണമെങ്കിൽ ലാസ്റ്റത്തെ ഒരു 5 ഞാൻ വായിച്ചു തരാം. എന്താണ് ഈ കേൾക്കുന്നത്? ശ്രീവിദ്യ മുല്ലശ്ശേരി എന്താണ് ചേട്ടൻ കേട്ടത്? അതിൻ്റെ അകത്ത് കേൾക്കത്തക്ക രീതിയിലൊന്നുമില്ല. ഇത് മൂപ്പൻസിൻ്റെ കാര്യമാണ്. പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞ് ശ്രീവിദ്യ എന്നുള്ള പേര് മാറ്റി പറഞ്ഞെന്നും പറഞ്ഞ് ഇവർ അത് പഠിച്ചിട്ട് പറഞ്ഞൊക്കെ പറയുന്നുണ്ട്. എന്താണ് ചേട്ടൻ കേട്ടത്? 1, എല്ലാം പുറത്തു വന്നു. ആദ്യ ഭാര്യ മുകേഷ് ചേട്ടാ എന്തായത്? ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ബാലപ്പെട്ടു. മോണാലിസയും കൊണ്ട് സംവിധായകൻ മുങ്ങി. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ തമ്മിൽ. നിങ്ങൾ ആലോചിക്കണം, ഇത്രയും മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിരുന്നിട്ട് മറ്റേ പറയാറില്ലേ, എന്താ കൈയില്ലാത്തവൻ കാലില്ലാത്തവനെ കുറ്റം പറയുന്നു എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ ഇത്രയും എന്താ പറയുക, നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ ഇത് തന്നെയാണ്. ഈ അവർ ചെയ്യുന്നതും നെഗറ്റീവാണ്, ഇവർ ചെയ്തതും അതിനൊക്കെ വലിയ നെഗറ്റീവാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നതും 100% സത്യമെന്നും പറഞ്ഞ് യൂട്യൂബിലൊരു കാര്യം നമുക്ക് ചെയ്യാനും പറ്റത്തില്ല. കാര്യം കുറച്ചൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യും കുറേ കാര്യങ്ങൾ. പക്ഷേ സത്യസന്ധമല്ലാത്ത ഒരു കാര്യങ്ങൾ ചെയ്യരുത്. ഞാനും നന്ദു 2ആയി വേർപിരിയുന്നു എന്നുള്ള ഒരു ഇതിലേക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ മ്യൂസിക് വിട്ടിട്ട് ായിട്ടാണ് വരുന്നത്. എന്തായാലും ശരി, അനന്തു അതിനെതിരെ വീഡിയോ ഇട്ടു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൊടുത്ത് ഈ ഒരു തമ്മനയിലായിരുന്നു വിഷയം. ഞാനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ല, ഇവരുടെ ഹസ്ബൻഡാണ് കുറച്ച് നാളായിട്ടുള്ളത്. സ്വാഭാവികമായി ഞാനും നന്ദു ഇപ്പോൾ ഒരുമിച്ചല്ല എന്ന് പറയുമ്പോൾ കുറച്ച് നാളായിട്ട് കല്യാണം കഴിഞ്ഞ ഒരു കപ്പിളിൻ്റെ ഇവർക്കൊരു 5 lakhs മുകളിൽ സബ്സ്ക്രൈബ് ഉള്ളൊരു ചാനൽ. പക്ഷേ ഈ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് കുറേ പേര് അൺസബ്സ്ക്രൈബ് ചെയ്തു പോയിട്ടുണ്ട്. ഏതാണ്ടൊരു കണക്കില്ല എന്ന് പറഞ്ഞ് ആൾക്കാർ അൺസബ്സ്ക്രൈബ് പോയിട്ട് ഈ ഒരൊറ്റ കാരണം കൊണ്ട് സംഭവിച്ചിട്ടുള്ളത്. ഇവരുടെ കല്യാണം കഴിഞ്ഞത്. സോ ഇങ്ങനത്തെ ഒരു തമ്മിൽ കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും ഡൗട്ടായി. അങ്ങനെ വീഡിയോ കണ്ടു നോക്കിയപ്പോഴത്തേക്ക് കണ്ടവർക്ക് എല്ലാവർക്കും തോന്നി ഒരുമാതിരി ആളുകളെ ഊശിയാക്കുന്ന പരിപാടിയാണ് ഈ കാണിച്ചത്. പോരാത്തതിന് അതിനകത്ത് പ്രൊമോഷനും കുത്തിക്കയറ്റി. ആ പ്രൊമോഷൻ പറഞ്ഞ രീതി അതിനേക്കാളും വലിയ കോമഡിയാണ്. ഭർത്താവിനെ പിരിഞ്ഞിരിക്കുമ്പോൾ ഉള്ള വിഷമം പോലാണ് മൂക്കുരു വരുമ്പോൾ ഉണ്ടാവും നമുക്ക് വിഷമം എന്നുള്ള രീതി. ശരിയാണ്, ഞാനും ആ വീഡിയോ കണ്ടതാണ്. ഭർത്താവിനെ പിരിഞ്ഞ് ഈ ഏതാണ്ട് സെൻറ്റിമെൻറ്റ്സ് അടിച്ച ഒരു തുടക്കത്തിൽ മുഖക്കുരുവിൻ്റെ കാര്യത്തിലേക്ക് ഒരു ചേഞ്ച് വന്നത് അതൊരു ശരിയായ നടപടിയല്ല. അതുപോലെ കഴിഞ്ഞ 5 വർഷമായിട്ട് ശ്രീവിദ്യ പിന്നെ ഇവരിപ്പോൾ എന്തോ പറഞ്ഞ് ന്യായീകരണമായിട്ട് വന്നാലും ഇതൊന്നും ആൾക്കാർ ഏതായാലും കയറി. അപ്പോൾ അതിനെ ന്യായീകരിച്ച് എന്തിന് സ്മൃതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ചെയ്തിട്ടുണ്ട്. ഈ ആണുങ്ങൾ മാത്രമല്ല ബ്ലോഗർമാരും ചെയ്തിട്ടുണ്ട്. ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യങ്ങളാണ്. നമ്മളൊരു 100% സത്യസന്ധ ഹരിചന്ദ്രനൊന്നുമല്ല. പക്ഷേ എന്നാലും വളച്ചൊടിച്ചൊരു കാര്യം ഇത്രയും വളച്ചൊടിച്ച് പറഞ്ഞിട്ട് മറ്റുള്ളവർ യൂട്യൂബർമാർ ചെയ്തതിൻ്റെ കാണിച്ച് എല്ലാവരും കുറേയൊക്കെ കാര്യങ്ങൾ വളച്ചൊടിക്കും. കാര്യം ഇപ്പോൾ ഒരു സിനിമ തന്നെ ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ അവർ എക്സാഗുറേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ കാണിക്കും. സിനിമയിൽ കാണിക്കും, സീരിയലിലും സീരിയൽ അതേ ഉള്ളൂ. പിന്നെ ഈ യൂട്യൂബർമാർ കാണിക്കുന്നതിൽ അങ്ങേയറ്റത്തെ മഹാപരാധമൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരാണ്. എന്തായാലും ശരി, അങ്ങനെ തുടരട്ടെ. നമുക്കിതിന് അവസാനം എവിടെ ഇനിയും പിന്നെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് വന്ന മാതിരി ഇനി വരുമ്പോൾ ഇനിയും
ഒന്നിച്ച് ആരെങ്കിലുമൊക്കെ യൂട്യൂബർമാർ മീറ്റ് ചെയ്ത് കോംപ്രമൈസ് ആക്കുമോ ഒന്നും അറിയത്തില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ അതിൻ്റെ കാഴ്ചകൾ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.